പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള അതിഥി തൊഴിലാളികളുടെ ഒത്തുചേരലിനും ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസവും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി വാർത്ത നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല. കൂട്ടമായി എത്തിയ തൊഴിലാളികളെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലാണ് പിന്നീട് തിരിച്ചയച്ചത്. തിരൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് അതിഥി തൊഴിലാളികൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൂട്ടമായി എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ദൃശ്യങ്ങളുടെ വാർത്ത നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിക്ക് അധികൃതർ തയ്യാറായില്ല. പതിവ് പോലെ തന്നെ ഈ കാഴ്ച വീണ്ടും കാണാനായി. കഴിഞ്ഞ ദിവസത്തെക്കാളും കൂടുതൽ തൊഴിലാളികളാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചെത്തിയത്. കൊച്ചുകുട്ടികളെയുമായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൂട്ടമായി എത്തുന്നത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളടക്കം വാർത്ത നൽകിയിട്ടും ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഇന്നലെ നമ്മൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെ കണ്ടു, തിരൂര് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിലന്വേഷിച്ചിട്ട് പരന്ന് നടക്കുന്ന ഒരവസ്ഥ. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് പോലും കോവിഡിൻ്റെ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ അവർ സിസർ വലിക്കുന്നു, മാസ്ക് ഊരി അവർ ജോലി തേടി ബസ് സ്റ്റാൻഡിൽ അലയുന്നൊരവസ്ഥ. നമുക്കറിയാം, നിർമ്മാണ മേഖല ഈ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ തേടി വരുന്നത് ഏറ്റവും വലിയ ഒരു അനാസ്ഥയാണ്. അതും നമ്മുടെ തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ. ഇന്ന് അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി കാലത്ത് ഞങ്ങൾ 6:30 മണിക്ക് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അതിൽ കൂടുതൽ രൂക്ഷമായ രൂപത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ബസ് സ്റ്റാൻഡിൽ തൊഴിൽ തേടി നടക്കുന്നത് കാണാൻ കഴിഞ്ഞത്. അവിടേക്ക് ചായ കൊടുക്കാൻ വേണ്ടി വണ്ടികളിൽ ചായ ഇട്ട ആളുണ്ട്, മാസ്ക് ഇല്ല, സിസറ് വലിച്ച് യഥേഷ്ടം ഈ കോവിഡിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇവിടെ തൊഴിൽ അന്വേഷണം നടക്കുന്നൊരവസ്ഥ. കാരണം ഇത് മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശരിക്ക് ഈ ക്വാർട്ടേഴ്സിൻ്റെ ഓണർമാരെ വിളിച്ച് ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുടെ ഓണർമാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ തൊഴിലാളികൾ തൊഴിൽ തേടി ഈ ബസ് സ്റ്റാൻഡിൽ വരികയുണ്ടാവില്ല. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോട് നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥർ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇന്ന് കാലത്ത് കാണാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് വാർഡ് കൗൺസിലർ കൂടിയായ സതീഷ് മാവുംകുന്നും RRT അംഗങ്ങളായ മൊയ്തുഷ, അഷ്കർ, KK റിയാസ്, ഖാദർ കോരങ്ങത്ത്, സലീം എന്നിവരും ചേർന്ന് വളരെ പണിപ്പെട്ട് ഇവരെ മടക്കി അയച്ചത്. ഇതിനിടെ ഇക്കൂട്ടത്തിലുള്ള ഒരാൾ സൈക്കിളിലെത്തി ചായക്കച്ചവടം നടത്തുന്നുണ്ട്. അതിനിടെ മൂക്കിൻ തുമ്പിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഈ പരസ്യ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ തിരൂർ നഗരം നാളെ കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ 704 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കോവിഡ് കേസ് കുറവുള്ള 2 വാർഡാണ്. ഒന്ന് ഈ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന ഈ വാർഡും തൊട്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്ന 16-ാം വാർഡും. ഈ 2 വാർഡിലാണ് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കുറവായിട്ടുള്ളത്. ഈ അനാസ്ഥ തുടർന്ന് പോയാൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുള്ള 2 വാർഡുകളായി ഈ 16-ാം വാർഡും 15-ാം വാർഡും മാറും.